വിവാഹേതര ബന്ധങ്ങൾ കുടുംബങ്ങളെ ശിഥിലമാക്കുന്ന പ്രവണത വർദ്ധിക്കുന്നുവെന്ന് പി സതീദേവി. എറണാകുളം ഗസ്റ്റ് ഹൌസ് ഹാളിൽ ചേർന്ന കമ്മീഷൻ മെഗാ അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. വിവാഹേതര ബന്ധങ്ങൾ വർദ്ധിക്കുന്നതിലൂടെ കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്ന പ്രവണത കൂടുന്നതായും കുട്ടികളെ അത് ബാധിക്കുന്നതായും വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പറഞ്ഞു. എറണാകുളം ഗസ്റ്റ് ഹൌസ് ഹാളിൽ ചേർന്ന കമ്മീഷൻ മെഗാ അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ. ലിവിംഗ് ടുഗദർ ബന്ധം വർദ്ധിക്കുന്നതിനൊപ്പം കുട്ടികൾ ജനിച്ചു കഴിയുമ്പോൾ അവർക്ക് സംരക്ഷണം നൽകുന്നത് സംബന്ധിച്ചുള്ള തർക്കങ്ങളും കൂടുന്നു. തൊഴിലിടങ്ങളിലെ പീഡനവുമായി ബന്ധപ്പെട്ട് കമ്മീഷന്റെ മുമ്പാകെ വന്ന പരാതികളിൽ അൺഎയ്ഡഡ്, എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇന്റേണൽ കമ്മിറ്റികൾ കാര്യക്ഷമമായല്ല പ്രവർത്തിക്കുന്നതെന്ന് കമ്മീഷൻ വിലയിരുത്തി. തൊഴിലിടങ്ങളിൽ വനിതാ അധ്യാപകർക്ക് ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കാനുള്ള സാഹചര്യമൊരുക്കാൻ സ്കൂൾ മാനേജ്മെന്റ് ശ്രദ്ധ പുലർത്തണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. നിരാലംബരാകുന്ന അനവധി അമ്മമാർ കമ്മീഷന് മുന്നിലെത്തുന്നു. പ്രായമായ മാതാപിതാക്കളുടെ സ്വത്തുക്കൾ കൈക്കലാക്കിയ ശേഷം അവരെ ഇറക്കിവിടുന്ന അനവധി പരാതികളാണ് ലഭിക്കുന്നതെന്ന് കമ്മീഷൻ ആശങ്ക അറിയിച്ചു. കുടുംബ ബന്ധങ്ങൾ നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുന്നതിനായി ജാഗ്രതാ സമിതികളുടെ നേതൃത്വത്തിലുള്ള ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തണമെന്നും കമ്മീഷൻ പറഞ്ഞു. എറണാകുളം ജില്ലാതല മെഗാ അദാലത്തിൽ 117 പരാതികളാണ് കമ്മീഷൻ പരിഗണിച്ചത്. 15 കേസുകൾ തീർപ്പാക്കി, 5 കേസുകൾ പോലീസ് റിപ്പോർട്ടിന് വിട്ടു. 3 പരാതികളിൽ തുടർ കൗൺസിലിംഗ് കൊടുക്കുന്നതിനും നിർദ്ദേശിച്ചു. അദാലത്തിൽ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവിക്കൊപ്പം കമ്മീഷൻ അംഗങ്ങളായ അഡ്വക്കേറ്റ് ഇന്ദിര രവീന്ദ്രൻ, ടി ആർ മഹിളാമണി എന്നിവർ പങ്കെടുത്തു. അഭിഭാഷകരായ സ്മിത ഗോപി, വി എ അമ്പിളി, കെ ബി രാജേഷ്, കൗൺസിലർ ബി പ്രമോദ് എന്നിവരും കമ്മീഷനെ സഹായിക്കാനുണ്ടായിരുന്നു. രമ്യമായി കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള കൗൺസിലിംഗ് കമ്മീഷന്റെ മുമ്പാകെ തന്നെ ഞങ്ങൾ നൽകുന്നുണ്ട്. എറണാകുളത്തെ റീജിയണൽ ഓഫീസിൽ പെർമനന്റ് ആയിട്ട് ഒരു കൗൺസിലറെ ഞങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ കൗൺസിലിംഗ് ആവശ്യമുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ കുടുംബത്തിനകത്ത് ഉണ്ടാവുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടിയിട്ട് കമ്മീഷൻ കാണുകയാണ്. മറ്റൊന്ന്, ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പും വർദ്ധിച്ചു വന്നിട്ടുണ്ട്. ആ ലിവിങ് ടുഗദർ ബന്ധം ഒരു 6-7 വർഷക്കാലം ലിവിങ് ടുഗദറായി എന്നിട്ട് പിന്നെ തമ്മിൽ കലഹം മൂർച്ഛിച്ച് കുട്ടികളെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതികളും കമ്മീഷന്റെ മുമ്പാകെ വന്നിട്ടുണ്ട്. അതിൽ 7 വർഷത്തോളം ഒന്നിച്ച് ജീവിച്ചിട്ടുള്ള കേരളത്തിന് വെളിയിലുള്ള ആളുകൾ ഇവിടെ വന്നിട്ട് ഒന്നിച്ച് ജീവിച്ച് കുട്ടിയായതിനു ശേഷം പിന്നെ ആ സ്ത്രീയെ ഉപേക്ഷിച്ച് പോയിട്ടുള്ള പരാതിയും കമ്മീഷന്റെ മുമ്പാകെ വന്നിട്ടുണ്ട്. ആ പരാതിയിലും കമ്മീഷൻ ഇടപെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ വിവാഹേതര ബന്ധങ്ങളും അതുപോലെ തന്നെ ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ രമ്യമായി പോകാത്ത അവസ്ഥയും അത് പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള സമൂഹത്തിൻ്റെ തന്നെ ഇടപെടൽ അത്യന്താപേക്ഷിതമാണ് എന്നാണ് കാണുന്നത്. പ്രാദേശികമായി പഞ്ചായത്ത് തലത്തിലും അതുപോലെ മുനിസിപ്പൽ കോർപ്പറേഷൻ തലങ്ങളിലുമുള്ള ജാഗ്രതാ സമിതികളിലൂടെ എങ്ങനെയാണ് ഊഷ്മളമായിട്ടുള്ള കുടുംബ ബന്ധങ്ങൾ നിലനിർത്തി പോവുക എന്നുള്ളതിന് കുടുംബങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അവബോധം ഉണ്ടാക്കി കൊടുക്കുന്നതിന് ഉള്ള സാഹചര്യം ഉറപ്പുവരുത്താൻ ജാഗ്രതാ സമിതികളുടെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തണം എന്നുള്ളതാണ് വനിതാ കമ്മീഷൻ കാണുന്നത്. തൊഴിലിടങ്ങളിലെ പീഡനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതികളും കമ്മീഷന്റെ മുമ്പാകെ വന്നിട്ടുണ്ട്. അതിൽ സ്കൂളുകളിൽ പ്രത്യേകിച്ച് അൺഎയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അതുപോലെ തന്നെ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്ന പോഷ് ആക്ട് അനുശാസിക്കുന്ന ഈ ഇന്റേണൽ കമ്മിറ്റികൾ പ്രവർത്തനക്ഷമമല്ല എന്ന് കമ്മീഷന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, എറണാകുളം. ലോക നിലവാരമുള്ള മെഷീന്റെ സഹായത്തോടെ മൈക്ക ലാമിനേഷൻ പ്രസിംഗും കൂടാതെ CNC കട്ടിംഗുമായി പ്രീമിയം ട്രേഡിംഗ്, പ്ലൈവുഡ്, മൾട്ടിവുഡ്, MDF എന്നിവ കോൾ ഹൈഡ്രോളിക് പ്രസ്സിലൊട്ടിച്ച് പാനൽ സോയിൽ കട്ട് ചെയ്ത് എഡ്ജിൽ PVC ബാൻഡ് ഒട്ടിച്ച് ഫിനിഷ് ചെയ്ത് വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ മിതമായ നിരക്കിൽ ഉത്തരവാദിത്വത്തോടെ ഇവിടെ നിന്നും ചെയ്തു തരുന്നു.